സാറ് പറഞ്ഞതുപോലെ ഞാൻ 10 വർഷക്കാലം ഫാർമ മേഖലയിലാണ് വർക്ക് ചെയ്തത്. ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെന്റിലായിരുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഫങ്ഷണൽ മെഡിസിൻ അഥവാ ഓർത്തോ മോളിക്കുലർ പ്രൊഡക്ട്സ് എന്ന് പറയും. പ്രകൃതിദത്തമായിട്ട് ആരോഗ്യത്തെ എങ്ങനെ പരിരക്ഷിക്കാം എന്നുള്ളതാണ് വെൽനസിന്റെ നിദാനം, സിദ്ധാന്തം. അതിൻ്റെ ഒരു പ്രചാരകനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകസ്മികമായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള JP സാർ അതുപോലെ തന്നെ അലി സാർ എന്നോട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അന്ന് വരെ കേട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ മേഖലയാണ് ബയോട്ടോറിയം എനിക്ക് അവർ പരിചയപ്പെടുത്തി തന്നത്. കേട്ടപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് മുതൽ 2 വർഷം കഴിഞ്ഞു. സജീവമായിട്ട് ബയോട്ടോറിയം ചെയ്തു വരുന്നു, ശക്തമായി ചെയ്തു വരുന്നു. അതിൻ്റെ ഒരു പ്രചാരകനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല അനുഭവ സമ്പത്തിലൂടെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം കേരളത്തിലെ 2 വർഷം കൊണ്ട് ഇന്ന് 1.5 ലക്ഷത്തോളം ആളുകൾ ബയോട്ടോറിയത്തിന്റെ ഉപഭോക്താക്കളായി മാറി എന്ന് പറയുന്നത് സന്തോഷമാണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കമ്പനിയുടെ സവിശേഷമായിട്ടുള്ള ഉൽപ്പന്നം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ നന്മ, അതിന്റെ ഗുണങ്ങൾ, അതിന്റെ വ്യത്യസ്തത എന്തൊക്കെയാണ് എന്നുള്ളതും കമ്പനി നമുക്ക് തരുന്ന അവിസ്മരണീയമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റി, അതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്രോഗ്രാമിന് ശേഷം ചോദിക്കാം, ക്ലാരിറ്റി വരുത്താം. അതിനുശേഷം ഈ ഹോള് വിട്ടുപോകാം. കുറേ ആളുകൾ നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളാണ്. ഒരുപാട് വ്യക്തികൾ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ഗസ്റ്റുകളായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുള്ള അതിഥികൾക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ കമ്പനി ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി വി ആർ പ്രൗഡ് ടു പ്രസന്റ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യയിലെ ആയിരക്കണക്കിന് വരുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലെ മുൻനിര കമ്പനികളിൽ ഒന്നാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4.5 വർഷക്കാലം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, ഈ കമ്പനി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ സവിശേഷത, അതിന്റെ മേന്മ, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഗുണം, അതിന്റെ റിസൾട്ട്, ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് കമ്പനി ഇന്ന് ഏറ്റവും വലിയ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലീഡിംഗ് കമ്പനി ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി നമുക്ക് തരുന്ന ഒരു ഇൻകം പ്ലാൻ, ഈ 2 സവിശേഷതയാണ് കമ്പനിയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസും ഫാക്ടറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്, മീറ റോഡ് ഈസ്റ്റിലാണ്, താനയിൽ. അവിടെ തന്നെയാണ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വ്യക്തികൾ നമ്മുടെ കമ്പനി നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. എന്നോട് ഈ കമ്പനിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ബോംബെ പോലുള്ള ഒരു സിറ്റിയിലെ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഓഫീസ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ 2 തവണ അവിടെ പോയി നേരിട്ട് കണ്ടു, ബോധ്യപ്പെട്ടു. നമ്മുടെ കമ്പനി നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള എത്ര ആളുകൾ ഈ ഹോളിനകത്തിരിക്കുന്നുണ്ട്? കൈപ്പൊക്കും. ഓക്കെ, ഇത്രയും ആളുകൾ കൈപ്പൊക്കുന്ന, കൈ താത്തരുത്, എല്ലാ ആളുകളൊന്നും കാണണം. ഇത്രയും ആളുകൾ നമ്മുടെ കമ്പനി നേരിട്ട് പോയി കണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട വ്യക്തികളാണ്. സ്വർണ്ണോ? ഓക്കെ, അപ്പോ നമുക്ക് ഒറ്റ കേൾവിയിൽ ചിലപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും. 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസ്, 300-ലധികം സ്റ്റാഫുകൾ, 24 മണിക്കൂറും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ്, ഇങ്ങനെയുള്ള കുറെ സവിശേഷതകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾക്കൊരു അറ്റ് എ ഗ്ലാൻസ്, നമ്മുടെ ഒറ്റ നോട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ 2008 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 2008 നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 16 വർഷം കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ 24/7 ഓഫീസ്, 300+ സ്റ്റാഫ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രോഡക്റ്റ് ഡെലിവറി ത്രൂ ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറികളിലും എല്ലാം തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സജീവമായിട്ട് നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കമ്പനി ഹാവിംഗ് 2021 ആയുഷ് കൊറോണ യോധ സർട്ടിഫൈഡ് പ്രോഡക്റ്റ്.
2021 കേന്ദ്ര സർക്കാരിന്റെ വളരെ വിശേഷപ്പെട്ട ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അഫോർഡബിൾ പ്രൈസ് റേഞ്ച് വിത്ത് ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്. കമ്പനി ഹാവിംഗ് ടേൺ ഓവർ rupees 1400 crore. 1400 കോടിയിലധികം ടേൺ ഓവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു വലിയ കമ്പനിയാണ് ഇബയോട്ടോറിയം. ഇന്ത്യസ് മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി വർക്കിംഗ് ആസ് പെർ സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ്. ഇന്ന് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണോ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ആവശ്യമുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കേഷനുകളാണോ വേണ്ടത് അതെല്ലാം പരിപാലിച്ചുകൊണ്ട് നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ആ പരിരക്ഷയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 100% ലീഗൽ കമ്പനിയാണ് ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത കൂടി ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യം, അതായത് ഓൺ സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന, ബയോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾക്ക് ഒരുപക്ഷെ അതൊരു പുതിയ വേർഡായിരിക്കും. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കും അതൊരു പുതിയ വേർഡായിരുന്നു. ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തിയാണ്. കാര്യം നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണ്. ആ ഒരു സിദ്ധാന്തവുമായിട്ട് ആ ഒരു കോൺസെപ്റ്റുമായിട്ടുള്ള ബന്ധമുള്ള പ്രോഡക്റ്റുകളാണ്. ഇപ്പൊ ബയോമാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഒക്കെ തന്നെ ഡോക്ടറേറ്റ് എടുത്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് ഇത്രത്തോളം ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും അതിന്റെ മുൻനിരക്കാരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വേറെ ഒരു കമ്പനിയും ഇല്ല, വേറെ ഒരു മാനേജിംഗ് ഡയറക്ടറും ഇല്ല. അത്രത്തോളം ഗഹനമായ പഠനങ്ങളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ സാഗർ ജോഷി സാറ്. ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ 18 ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കാനുള്ള കാരണവും ഇതിന്റെ സയൻസ് ആണ്, ഇതിന്റെ സിദ്ധാന്തമാണ്, അതിന്റെ ഗുണങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇന്ന് എല്ലാ സർട്ടിഫിക്കേഷനുകളും നമ്മുടെ കമ്പനി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2 പ്രധാനപ്പെട്ട മിനിസ്ട്രികളുടെ റെക്കഗ്നേഷനും അവാർഡും നേടിയിട്ടുള്ള കമ്പനിയാണ് ഇബയോട്ടോറിയം. ഒരുപാട് അവാർഡും പരിപാടികൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് അവാർഡുകളും റിവാർഡുകളും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കമ്പനിക്ക് കിട്ടിയെങ്കിൽ പോലും അതിലെ പ്രധാനപ്പെട്ട 2 റെക്കഗ്നേഷനാണ്, 2 യൂണിയൻ മിനിസ്ട്രികളുടെ റെക്കഗ്നേഷനാണ്. എന്താണ് യൂണിയൻ മിനിസ്ട്രികൾ? കേന്ദ്രത്തിന്റെ മന്ത്രാലയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളെയാണ് മിനിസ്ട്രികൾ എന്ന് പറയുന്നത്. 2 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സർട്ടിഫിക്കേഷനും റെക്കഗ്നേഷനും കിട്ടിയിട്ടുള്ള കമ്പനിയാണ് ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. നല്ലൊരു ക്ലാസ് കൊടുക്കണ്ടേ? ഓക്കെ, താങ്ക് യു. അതിലൊന്ന് MSME ആണ്, മറ്റൊന്നുള്ളത് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. ഒരുപക്ഷെ MSME പല ആളുകൾക്കും അറിയണ്ടായിരിക്കില്ല. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു മന്ത്രാലയമാണ്. അതിന്റെ ഒരു റെക്കഗ്നേഷനും സർട്ടിഫിക്കേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നുള്ളത് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോപ്പതി മരുന്നുകൾ ഒഴികെയുള്ള, എന്തൊഴികെ? അലോപ്പതി മരുന്നുകൾ ഒഴികെയുള്ള, മോഡേൺ മെഡിസിനുകൾ ഒഴികെയുള്ള കുറെ ചികിത്സാ രീതികളുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ് അതിൽ പ്രബലമായ ചികിത്സാ രീതികൾ? മോഡേൺ മെഡിസിൻ ഒഴികെയുള്ളത് ഏതൊക്കെയാണ്? ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, യുനാനി ഉണ്ട്, പിന്നെ നാച്ചുറോപ്പതി ഉണ്ട്, സിദ്ധ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയും. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോ, യുനാനി തുടങ്ങുന്ന ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ചികിത്സാ സിദ്ധാന്തങ്ങളുടെ കൂട്ടായ്മയാണ് ആയുഷ് എന്ന് പറയുന്നത്. ഇതിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഉദ്ദേശം. ഈ ഒരു മിനിസ്ട്രി നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഒരു അവാർഡ് കൊടുത്തു. 2021 അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആ അവാർഡിന്റെ പേര് ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. ഏതാണ്? ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. ഈ പേരിൽ തന്നെ എന്തൊക്കെയോ അർത്ഥങ്ങൾ മിന്നി തെളിയുന്നുണ്ട്. ആയുഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. 2020 നമുക്കൊക്കെ അറിയാൻ പറ്റും, ലോകത്തെ പകുത്ത ഒരു വർഷമാണ് 2020 എന്ന് പറയുന്നത്. ആരോഗ്യ രംഗത്തെ ലോകത്തെ പകുത്ത വർഷമാണ് 2020. കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും എന്നാണ് ലോകം അറിയപ്പെടുന്നത്. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൊറോണയുടെ പേരിൽ മാത്രം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ശരിയാണോ? ആണോ? ലക്ഷക്കണക്കിന് ആളുകളാണ് കൊറോണയുടെ പേരിൽ മരിച്ചു പോയത്. ഈ മരണകാരങ്ങളിൽ ഭൂരിപക്ഷവും ഒരൊറ്റ റീസണിന്റെ പേരിലായിരുന്നു. കൊറോണയുടെ വൈറസിന്റെ വ്യാപനം ശരീരത്തിലുണ്ടായിട്ടുള്ള ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ശരിയാണോ? ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു. അതുകൊണ്ടാണ് കുറെ ആളുകൾ മരിച്ചു പോയത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ കമ്പനി ഇത്ര പോപ്പുലർ അല്ല, ജനകീയമല്ല. എന്നിരുന്നാൽ പോലും
അന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകൾക്ക് ഓക്സിജന്റെ അളവ് കുറയാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച പ്രോഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയത്തിന്റെ എന്നുള്ളത് കൊണ്ടാണ് ആയുഷ് കൊറോണ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു അവാർഡ് നമ്മുടെ പ്രോഡക്റ്റിന് കൊടുത്തത്. ഇത് എന്ത് മനസ്സിലായി? ഈ ഒരു പ്രോഡക്റ്റ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഓക്സിജന്റെ അളവിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ് അതിന്റെ സാരാംശം. ആണോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ക്ലാപ്പ് ആ പ്രോഡക്റ്റിന് കൊടുക്കണ്ടേ? കാരണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും ഇവിടെ നിന്ന് കൊടുന്ന് വെക്കോ? ഏത് ഒരു പാക്കേജ്, ഇവിടെ ഒരു പാക്കേജ് ഉണ്ട്, അത് ഇവിടെ കൊടുന്ന് വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 കാര്യങ്ങൾ. എന്തിനു വേണ്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കണം, എന്താണ് ഇതിന്റെ മഹത്വം, ഇത് എന്ത് ആക്ഷനാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ മഹനീയത നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെ 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണത്? എയർ, വാട്ടർ, ഫുഡ്, സൺലൈറ്റ് ആൻഡ് മാഗ്നറ്റിക് എനർജി. അതായത് ഇതിനെ പഞ്ചതത്വങ്ങൾ അഥവാ പഞ്ചഭൂതങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം എന്നാണ് പറയുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ പിറവി. ഇതിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഇതിലേക്ക് തന്നെയാണ് ഒരു മനുഷ്യൻ തിരിച്ചു പോകുന്നത്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും ഈ 5 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതിനെയാണ് ഒരു ജീവന്റെ അടിസ്ഥാനപരമായ രഹസ്യം എന്ന് പറയുന്നത്. ജീവന്റെ പരമമായ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 5 ഘടകങ്ങളാണ്. ഓക്സിജൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്കൊക്കെ അറിയാൻ പറ്റും. വെള്ളം എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഭക്ഷണം എത്രത്തോളം പ്രാധാന്യമുണ്ട്, സൂര്യപ്രകാശം എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഭൂമി എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം എങ്കിൽ പോലും ഭൂമി നമുക്ക് എന്ത് തരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അറിയോ? ഭൂമി നമുക്ക് എന്ത് തരുന്നു? ഭൂമി നമുക്ക് തരുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, ഭൂമിക്ക് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ട്. ഇതിൽ നിന്നും സദാസമയവും ഭൂമി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി, ഒരു എനർജിയെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ ജീവനെയും സ്വാധീനിക്കുന്നു. ഓക്സിജൻ സ്വാധീനിക്കുന്നത് പോലെ, വെള്ളം സ്വാധീനിക്കുന്നത് പോലെ, ഭക്ഷണത്തിന്റെ ന്യൂട്രീഷൻ സ്വാധീനിക്കുന്നത് പോലെ, സൂര്യപ്രകാശം സൺലൈറ്റ് സ്വാധീനിക്കുന്നത് പോലെ ഭൂമിയുടെ എനർജിയും നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് മനുഷ്യന് നേരിട്ട് ഭൂമിയിൽ നിന്ന് ആ മാഗ്നറ്റിക് എനർജി കിട്ടുന്നില്ല. അത് ലോസ് ആയിരിക്കുന്നു, അത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞാൽ, വെള്ളം കുറഞ്ഞാൽ, ഭക്ഷണം കുറഞ്ഞാൽ, സൂര്യപ്രകാശം കുറഞ്ഞാൽ എന്തൊക്കെ ഡിസോർഡർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ അതേ ഡിസോർഡർ മാഗ്നറ്റിക് എനർജി കുറഞ്ഞാലും ഉണ്ടാകും എന്നുള്ളതാണ്. ആ കുറവിനെ പരിഹരിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിന് നേരിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ അവർ ബോഡി നീഡ്സ് മാഗ്നറ്റിക് എനർജി. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് മാഗ്നറ്റിക് എനർജി ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 100% നമ്മുടെ ശരീരത്തിന് മാഗ്നറ്റിക് എനർജി ആവശ്യമുണ്ട്. ഈച്ച് സെൽ ആസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീൽഡ് ഇൻ ദ DNA. എല്ലാ സെല്ലുകൾക്കും എന്തുണ്ട്? ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ് ഫീൽഡും ഉണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഫീൽഡുകൾ മാഗ്നറ്റിനെ ആകർഷിക്കും. മാഗ്നറ്റിനും എന്തുണ്ട്? മാഗ്നറ്റിന്റെ ഫ്രീക്വൻസിക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള തലങ്ങളുണ്ട് എന്നുള്ളതാണ്. സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും ഉണ്ട്. ഇതൊരു പുഷ് പുൾ ആക്ഷൻ നടക്കുമോ? സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കും. വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും. ഇത് ഒരു സിദ്ധാന്തമാണിത്. അത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്കും ബാധകമാണ്. മാഗ്നറ്റിക് ഫ്രീക്വൻസി എങ്ങനെ നമ്മുടെ ബോഡിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. സെൽ ഡിവിഷൻ ഈസ് എ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ ബോഡി ഹെൽത്തി ആൻഡ് റിജുവിനേറ്റഡ്. നമ്മുടെ സെല്ലുകളുടെ ഡിവിഷനിങ് നടത്തണം. സെല്ലുകളിൽ എന്ത് നടക്കണം? വിഭജനങ്ങൾ നടക്കണം. ആണോ? സെൽ വിഭജനം നടക്കുന്നില്ലേ? സെൽ വിഭജനം നടക്കുന്നുണ്ട്. സെല്ലുകളുടെ നിർമ്മാണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിജുവിനേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മാഗ്നറ്റിക് എനർജി അനിവാര്യമാണ്. അതുപോലെ തന്നെ ദ ഫോഴ്സ് വിച്ച്
activated the formation and division of cells in magnetic energy. ഈ മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെപ്പറേഷനും അതുപോലെ തന്നെ ഡിവിഷനിങ്ങും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. The proper function in interaction of all organs and system in the body depend on the constant presence of adequate magnetic energy. അതായത് എല്ലാ ഓർഗാൻസും എല്ലാ സിസ്റ്റങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സെല്ലുകൾ ആക്റ്റീവ് ആകണം. ശരിയാണല്ലോ? സെല്ലുകളാണ് ഒരു ജീവന്റെ ഒരു ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ എന്ന് പറയുന്ന ജീവകോശങ്ങൾ. അത് ആക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഓർഗാൻസും സിസ്റ്റങ്ങളും എല്ലാം ഓക്കെ ആവുകയുള്ളൂ, ഫംഗ്ഷനിങ്ങിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാഗ്നറ്റിസം ഈസ് എസെൻഷ്യൽ ഫോർ ദ ബോഡി. ഇലക്ട്രോമാഗ്നറ്റിക് ആക്ടിവിറ്റി ആൻഡ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിലെ ഒരു മേജർ റോള് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്നുണ്ട്. ഇത് എവിടുന്ന് കിട്ടുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു, എവിടുന്ന മാഗ്നറ്റിക് ഫീൽഡ് കിട്ടേണ്ടത്? ഭൂമിയിൽ നിന്നാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ പറയാറുണ്ട് മണ്ണിൽ ചവിട്ടി നടക്കണം എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? മണ്ണിൽ ചവിട്ടി മണ്ണുമായി ബന്ധമുണ്ടാകണം. മണ്ണുമായി ബന്ധമുണ്ടായിരുന്ന ജനതയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് കുടവയറും പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും അറ്റാക്കും അതുപോലെ സ്ട്രോക്കും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്ര കൂടുതലായിരുന്നോ 40 വർഷങ്ങൾക്ക് മുമ്പ്? ഇല്ല. നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മണ്ണുമായിട്ടുള്ള ബന്ധം പോയി. ആണോ? ഇങ്ങനെ വരുമ്പോൾ ആ എനർജി നേരിട്ട് കിട്ടുന്നത് കുറഞ്ഞു. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾക്ക് പലതരത്തിലുള്ള ഡിസോർഡറുകളും വന്നു. അത് നമ്മുടെ പ്രോപ്പർ ഫംഗ്ഷനെ ബാധിച്ചു. ഡിസോർഡർ, ഡിസ്ഫങ്ഷൻ, ഡിസീസ് ഈസ് ഈക്വൽ ടു ഡെത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ ഈ മാഗ്നറ്റിക് എനർജിയുടെ കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദനൊക്കെ സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ കണ്ടുപിടിച്ചതിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തമാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. കാരണം ഭൂമിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടേണ്ട ഒരു എനർജി എന്താകുന്നു? കട്ടായി പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ചെറിയ ഇലക്ട്രിസിറ്റി ഉണ്ടോ? നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ചെറിയ ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. മണ്ണുമായി ബന്ധപ്പെടുന്ന സമയത്ത് എർത്തിങ് നടക്കുന്നു എന്നാ പറയുന്നത്. മണ്ണുമായി ബന്ധപ്പെടുമ്പോൾ ടച്ച് ആകുമ്പോൾ, നമ്മൾ ചെരുപ്പിടാതെ മണ്ണുമായി ടച്ച് ആകുമ്പോൾ എർത്തിങ് നടക്കുന്നു എന്നുള്ളതാണ്. എർത്തിങ് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ സംഭാവന ചെയ്യുന്നുണ്ട്, വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ശരീരത്തിലുള്ള ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഈ ബിൽഡിംഗ് വൈദ്യുതീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലേക്ക് ഒരു ചെമ്പ് കമ്പി ഇട്ട് കൊടുക്കും. ആണോ? അതിനാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഇതേപോലെ മനുഷ്യ ശരീരത്തിനകത്തും എന്തുണ്ട്? ഒരു ബയോ ഇലക്ട്രിക് സംവിധാനമുണ്ട്. ഈ ബയോ ഇലക്ട്രിക് സംവിധാനത്തിന് എർത്തിങ് ഉണ്ടാകുമ്പോഴാണ് അത് ആരോഗ്യകരമായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണുമായി ടച്ച് ചെയ്യണം എന്നാണ് അദ്ദേഹം ഒരു പ്രബന്ധത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മാഗ്നറ്റിക് തെറാപ്പി എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? നേരത്തെ പറഞ്ഞിട്ടുള്ള സെല്ലുകളുടെ ഡിവിഷനിങ്ങിനും റിജുവിനേഷനും അതിന്റെ ആരോഗ്യത്തിനും ഒരു കാന്തിക പ്രഭാവം ആവശ്യമാണ്, ഒരു കാന്തിക ക്ഷേത്രത്തിലുള്ള എനർജി ആവശ്യമാണ്. ഇതിന്റെ കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നത്. ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ചെറിയ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സയൻസിന്റെ ഒരു വേർഷനാണ്. ഇതിന്റെ സയൻസ് പറയണമെങ്കിൽ കുറെ സമയം നമുക്ക് വീണ്ടും ഇനിയും വരും. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ ഒരു എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോകും. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാന്തക്കിടക്കയുണ്ട്, ആ കാന്തക്കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, ആണോ, പ്രഷർ മാറും, ഷുഗർ മാറും എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്, ആണോ? അനവധി ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ട് കിട്ടിയ എത്ര ആളുകളുണ്ട്? ഏതെങ്കിലും റിസൾട്ട്? എൻ്റെ അമ്മോ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. 90% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു കാരണം വേണമല്ലോ. എങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത്, ആ കാരണം കൃത്യമായ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സിദ്ധാന്തമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് മനസ്സിലാക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരുപാട് തെറാപ്പി സിസ്റ്റങ്ങളുണ്ട്. അതിലൊന്നാണ് മാഗ്നറ്റിക് തെറാപ്പി അഥവാ കാന്ത ചികിത്സ എന്ന് പറയും, ജൈവ കാന്ത ചികിത്സ എന്ന് പറയും. ഇത് ഇന്ത്യയിലും അനുവദനീയമാണ്. 2021 കേന്ദ്ര സർക്കാർ നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട്, പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സാ രീതി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ മാഗ്നറ്റിക് തെറാപ്പി ആർക്കും ചെയ്യാം.
ആർക്കും യൂസ് ചെയ്യാം. ഇതിന് സീറോ സൈഡ് എഫക്റ്റ് ആണ്. എന്താണ്? സീറോ സൈഡ് എഫക്റ്റ് ആണ്. ഒരു പാർശ്വഫലങ്ങളും ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നില്ല. മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന രണ്ട് പൊതുധർമ്മങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കുകയും ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തുകയും ചെയ്യും. ഈ രണ്ട് ഫംഗ്ഷൻ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രവർത്തനം. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആകുമ്പോൾ മറ്റുള്ള ഡിസോർഡറുകളും ഡിസ്ഫങ്ഷനുകളും മാറി നിൽക്കുന്നു, നമ്മൾ ഹെൽത്തി ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് വേദന മാറുന്നത്, അതുകൊണ്ടാണ് ഉറക്കം കിട്ടുന്നത്, അതുകൊണ്ടാണ് ഹീലിംഗ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രോഗത്തെ നേരിട്ട് മാറ്റാനുള്ള ശേഷി എന്തിനില്ല? ഈ പ്രൊഡക്റ്റിനില്ല. എന്തിനുള്ള ശേഷിയാണുള്ളത്? 100% natural biomagnets improve your blood circulation and by default enhance your oxygen level. ഓക്സിജൻ ലെവലെ ക്രമപ്പെടുത്തി നിർത്താനും സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാനും സഹായിക്കും. ക്ലിയർ? ഇത് മതി നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ. ക്ലിയർ ആണോ? അതിന് സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മാഗ്നറ്റിക് തെറാപ്പിയുടെ ആ ഒരു വേർഷൻ എന്ന് പറയുന്നത്. WHO പറയുന്ന ഒരു കാര്യമുണ്ട്, 99% causes of disease and disorders or any type of dysfunctions only due to lack of blood circulation and oxygen level എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിൽ 3 തരത്തിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ബോൺ ഡിസീസ് എന്ന് പറയും. എന്താണ് ബോൺ ഡിസീസ്? ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹെറിഡിറ്ററി ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡറുകൾ എന്ന് പറയും. പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് വളരെ കുറവാണ്, ആണല്ലോ. ജനിതക രോഗങ്ങൾ എന്ന് പറയും. രണ്ടാമത്തത് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയും. കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ അഥവാ പകർച്ചവ്യാധികൾ. ക്ലിയർ? ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരും. ഉദാഹരണത്തിന് വൈറൽ അറ്റാക്ക്, ഒരു വൈറൽ പനി ഉണ്ടെങ്കിൽ ഒരാൾ എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്താകും? പകരും. അങ്ങനത്തെ രോഗങ്ങൾ ഏതൊക്കെയാണ്? പകർച്ചപ്പനി, ജലദോഷം, ആണോ? വൈറൽ അറ്റാക്കുകളെല്ലാം തന്നെ പകരും. അതൊരു സീസണിൽ വന്നു പോകും, ആണല്ലോ. ഇതും ഇന്ന് ലോകത്തിൽ കുറെ ആളുകൾക്കുണ്ട്. മൂന്നാമത്തെ തരം രോഗാവസ്ഥകളുണ്ട്. ഇതാണ് ക്രോണിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, ക്രോണിക് ഇൻഫ്ലാമേഷൻ എന്ന് പറയുന്നത്, അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. എന്ത് പറയും? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ മലയാളം? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. ജീവിതശൈലി രോഗങ്ങളിലെ പ്രബലമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങളുടെ പ്രബലമായിട്ടുള്ള മുൻനിരക്കാരൊക്കെയാണ്? പറയൂ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ഹാർട്ട് അറ്റാക്ക്, കഴിഞ്ഞോ? സ്ട്രോക്ക്, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, പൈൽസ്, ജോയിന്റ് പെയിൻ, ആണോ? അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, അൾസർ, കുടൽപ്പുണ്ട്, ഇങ്ങനെയുള്ള തുടങ്ങുകയാണെങ്കിൽ 100 കണക്കിന് പേരിട്ട് വിളിക്കാൻ പറ്റുന്ന രോഗാവസ്ഥകളുണ്ട്, ഉണ്ടല്ലോ. ഇതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് ആർക്കെങ്കിലും പകരുമോ? ഇല്ല. പ്രഷർ എന്തെങ്കിലും പകർന്നിട്ടുണ്ടോ? ഇല്ല. ഷുഗർ എന്തെങ്കിലും പകർന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പകരില്ല. ക്യാൻസർ എന്തെങ്കിലും പകർന്നിട്ടുണ്ടോ? പകരില്ല. കാരണം അത് ആ വ്യക്തിയുടെ ശരീരത്തിൽ സ്വയം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറിന്റെ ഭാഗമാണ്. ആ ശരീരത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും, ആ ശരീരത്തിൽ അത് നിലനിൽക്കും, ആ ശരീരം അവസാനിക്കുന്നത് വരെ അത് ഉണ്ടാകും. ദാറ്റ് ഈസ് ക്രോണിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് ക്രോണിക് ഇൻഫ്ലാമേഷൻ എന്ന് പറയും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്, ആണല്ലോ. ഇതിൽ വേറെ ആർക്കും പങ്കില്ല എന്നുള്ളതാണ്. ഇതിന്റെ കാരണമാണ് WHO പറയുന്നത് 99% ഇതുപോലുള്ള രോഗാവസ്ഥകളുടെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ നടക്കേണ്ടതായ രക്തചംക്രമണം, ബ്ലഡിന്റെ സർക്കുലേഷൻ, രക്തപര്യനം എന്ന് പറയും. ഈ ചംക്രമണത്തിന്റെ കുറവോ ശരീരത്തിൽ നിലനിൽക്കേണ്ടതായ ഓക്സിജന്റെ കുറവ് കൊണ്ടോ സംഭവിക്കുന്നതാണ് എന്നാ പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റേ പ്രശ്നങ്ങൾ പതിയെ സോൾവ് ആവൂലേ? എന്നാൽ ഈ ക്രോണിക് ഡിസീസുകൾ വർഷങ്ങളോളം ഒരു ശരീരത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാവില്ലേ? ഒരാൾക്ക് ഇപ്പൊ പ്രമേഹം വന്നു, പ്രമേഹം ഒരു 20 വർഷമുള്ള ഒരു ശരീരത്തിൽ കുറെ വേറെ ഡാമേജ് ഉണ്ടാവില്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊക്കെ പറയുന്ന കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിട്ടുണ്ടായിരിക്കും. ഇതുണ്ടാക്കിയ ഡാമേജ് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. ആ ഡാമേജ് പരിഹരിക്കപ്പെടണമെങ്കിൽ സമയമെടുക്കും എന്നുള്ളതാണ്. എന്നാൽ അത് കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ശരീരം ഹെൽത്തി ആകുന്നതോടുകൂടി നമുക്ക് റിവേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ശരീരത്തിലെ 11 സിസ്റ്റങ്ങൾ അഥവാ വ്യൂഹങ്ങളുണ്ട്. ഒരുപാട് സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ഉണ്ടല്ലോ. 79 അവയവങ്ങൾ, അത് കൂടി ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള സിസ്റ്റങ്ങളും വ്യൂഹങ്ങളും വ്യവസ്ഥകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്
സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയും, രക്തപര്യന വ്യവസ്ഥ എന്ന് പറയും. ബ്ലഡ് എവിടെയെങ്കിലും നിൽക്കുകയാണോ? അല്ല, ബ്ലഡ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഓടുക? ബ്ലഡിന്റെ ചംക്രമണ സംവിധാനം ഉണ്ടല്ലോ. അത് എപ്പോഴും ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചംക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് സെല്ലുകളിലേക്ക് പോയി സെല്ലുകൾക്ക് ഓക്സിജനെ കൊടുത്ത് ന്യൂട്രീഷൻ കൊടുത്ത് വാട്ടർ കൊടുത്ത് മറ്റുള്ള എലമെന്റ്സുകളെല്ലാം കൊടുത്ത് അവിടെ നിന്ന് മാലിന്യങ്ങളെ തിരിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുത്ത് വേറെ രക്തങ്ങളിലൂടെ ശരീരത്തിൽ വീണ്ടും ഹാർട്ടിലെത്തി അവിടുന്ന് ലങ്സിലേക്ക് പോയി ലങ്സിൽ നിന്ന് വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വേർതിരിച്ച് ഓക്സിജനെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഉണ്ടോ? ഇതിന് എന്തെങ്കിലും പോരായ്മ വരാൻ പാടുണ്ടോ? സർക്കുലേറ്ററി സിസ്റ്റം എപ്പോഴാണോ ഡിസ്റ്റർബ് ആകുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരം ഡിസോർഡർ ആകാൻ തുടങ്ങും. ക്ലിയർ? അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പർ ആയിട്ട് നടക്കണം, അപ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ക്ലിയർ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന ഒരു മിനിറ്റിൽ ഏകദേശം നമ്മുടെ ഹാർട്ട് 60 മുതൽ 100 വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആണോ? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. The heart is a powerful muscle that beats without stopping throughout a lifetime. It's pump about 55 to 80 ml. ഏകദേശം ഒരു 55 മുതൽ ഏകദേശം പറയുന്നത് 72 മില്ലി ഒക്കെ ഒരു പമ്പിങ്ങിൽ നമ്മുടെ ഹാർട്ട് ബ്ലഡിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സംക്രമണം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡൽട്ട് ഹാർട്ട് പമ്പ്സ് അബൌട്ട് 6000 മുതൽ 7500 ലിറ്റർ ബ്ലഡിനെയാണ് ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ ചംക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് ഒരു തകരാറും ഉണ്ടാകാൻ പാടില്ല. എപ്പോൾ തകരാറാകുന്നുവോ ആ സമയം മുതൽ ആ വ്യക്തിക്ക് ഡിസോർഡർ, ഡിസ്ഫങ്ഷൻ, ഡിസീസ് സംഭവിക്കും. ഡിസീസുമായിട്ട് ഒരാൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അകാല മൃത്യുവിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം. അതായത് ഇത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, അതൊന്ന് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത് ഗുണം ചെയ്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു, എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, പെയിനുകൾക്ക് റിലീഫ് കിട്ടാൻ സഹായിക്കുന്നു, സുഖകരമായിട്ട് ഉറക്കാൻ കിട്ടുന്നു, ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ക്ലിയർ? ഓക്കെ. ഇതിൽ ഉപയോഗപ്പെടുത്തുന്ന മാഗ്നറ്റിന്റെ പേര് നിയോഡൈമിയം എന്നാണ്. എന്താണ്? നിയോഡൈമിയം എന്നാണ്. ഇതൊരു ജൈവകാന്തമാണ്, ഇതൊരു ബയോ മാഗ്നറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ധാതുവാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ 60ാമത്തെ മൂലകമാണ് നിയോഡൈമിയം അയൺ ബോറോൺ എന്ന് പറയുന്ന മൂലകം. ഇത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ധാതുവാണ്, മണ്ണാണ്. മാഗ്നറ്റിക് പവർ ഉള്ള ഒരു മണ്ണാണ്. ഇതിന് നിക്കൽ കോട്ടിംഗ് കൊടുത്തിട്ട് ബട്ടൺസ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് മാഗ്നറ്റ് അല്ല, നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ക്ലിയർ? നാച്ചുറൽ മാഗ്നറ്റ് ആണ് നിയോഡൈമിയം എന്ന് പറയുന്നത്. About our magnet used inside this is not industrial magnet. The industrial magnet അല്ല. ഈ മാഗ്നറ്റ്, നിയോഡൈമിയം മാഗ്നറ്റ് പ്രധാനമായും വേൾഡിൽ 2 ഉപയോഗങ്ങളാണ് ഇതിനെ കൊണ്ട് നടത്തുന്നത്. ഒന്ന് മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, 2 ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇത് റയർ എർത്ത് മാഗ്നറ്റ് ആണ്, വില കൂടിയ മാഗ്നറ്റ് ആണ്. ഇന്ത്യയിൽ ഇത് കുഴിച്ചെടുക്കുന്നില്ല, സൗത്ത് കൊറിയയിൽ നിന്നാണ് നമ്മുടെ കമ്പനി ഇത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പർപ്പസിനാണ് നിയോഡൈമിയം മാഗ്നറ്റ് വേൾഡിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഒന്ന് മെഡിക്കൽ യൂസിന് ഉപയോഗിക്കുന്നു, 2 ഹെൽത്ത് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് MRI എന്ന് പറയുന്നത്. ആണോ? MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. മാഗ്നറ്റ് ആണ് അതിനകത്ത് ഉള്ളത്. ആ മാഗ്നറ്റ് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ക്ലിയർ? അത് മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. അതേ മാഗ്നറ്റ് ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ഇതുപോലുള്ള ഡിവൈസുകളിൽ ഉപയോഗപ്പെടുത്തുന്നു. കാര്യം പിടികിട്ടിയോ? അപ്പൊ ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനല്ല ഇത് ഉപയോഗപ്പെടുത്തുന്നത്. The magnet used inside the neodymium magnet is so small in size. ഇത് വെയിറ്റ് കുറവാണ്, ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഇതിന്റെ ഗോസ് പവർ വളരെ കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. This medical grade magnet which measured by gauss meter. അതുപോലെ മാഗ്നറ്റ് has up to 5000 gauss power. സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന മാഗ്നറ്റിന്റെ ഒക്കെ ഗോസ് പവർ എന്ന് പറയുന്നത് 1000ന്റെ താഴെയാണെങ്കിൽ നിയോഡൈമിയം മാഗ്നറ്റിന്റെ ഗോസ് പവർ ഏകദേശം 5000ന്റെ അടുത്താണ് ഒരു ഗോസ് പവർ എന്ന് പറയുന്നത്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്
നിയോഡൈമിയം മാഗ്നറ്റ്. ആസ്ട്രോണറ്റ്സ് ഒക്കെ തന്നെ അവരുടെ സ്പേസ് സ്യൂട്ടിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ഞാനൊരു റിസർച്ച് റിപ്പോർട്ട് നിയോഡൈമിയം മാഗ്നറ്റ് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നു നാസ യൂസസ് neodymium magnets to maintain the muscular tones of astronauts during space flights. അവർക്കുണ്ടാകുന്ന മസ്കുലർ ടോൺസിന്റെ വരാതിരിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന നാച്ചുറൽ മാഗ്നറ്റ് നിയോഡൈമിയം ആണ് എന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. ഇത് ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. ക്ലിയർ? കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ് ആണ്. ഇത് എത്ര ആളുകൾ നമ്മുടെ കയ്യിൽ കെട്ടിയ ആളുകളുണ്ട് റിസ്റ്റ് ബാൻഡ്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പുകൾ കൊടുക്കാം. ബാക്കിയുള്ള ആളുകൾ ആദ്യമായിട്ട് വന്ന ആളുകളായിരിക്കും. സാർ കെട്ടിയിട്ടുണ്ട്. ആ, എന്ന് മുതലാണ് കെട്ടാൻ തുടങ്ങിയത്? ഇപ്പൊ കെട്ടിയുള്ളൂ? ആണോ? ഓക്കെ ഓക്കെ. കയ്യില് പ്രശ്നമുണ്ട് അല്ലേ? കുറെ വർഷമായോ? 5 കൊല്ലമായി. ഓക്കെ ഓക്കെ. ഇതുപോലെ കൈ വരുത്താൻ കഴിയില്ല ഒറ്റയ്ക്ക്? ഇപ്പൊ അനക്കാൻ പറ്റുന്നുണ്ടോ? വെരി ഗുഡ്, നല്ലൊരു ക്ലാസ് കൊടുക്കും. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ സാധനം. 1/2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്, ഇഷ്ടം പോലെ. വേദന മാറിയ ആളുകളുണ്ട്. ഇത് നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലാമേഷനുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, പെയിനുകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. എവിടെ വേദനകൾ ഉണ്ടെങ്കിലും ഈ സാധനം കൈ കെട്ടിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം പെയിനുകൾ ഉണ്ടാകാൻ, ഇൻഫ്ലാമേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കുലേഷനിൽ വരുന്ന പോരായ്മയാണ്. ക്ലിയർ? സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ ഇൻഫ്ലാമേഷൻ കുറയും എന്നുള്ളത് തത്വമാണ്, അത് സിദ്ധാന്തമാണ്. അപ്പൊ ഇത് കെട്ടുന്ന സമയത്ത് എന്താകുന്നു? ഇൻഫ്ലാമേഷൻ കുറയുന്നു, പെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ വേദന മാറിയ ആളുകളുണ്ട് ഇത് കെട്ടിയിട്ട്? തലവേദന, എന്തെങ്കിലും വേദനകൾ ഇത്രയും ആളുകളുണ്ട്. ഉറപ്പായിട്ട് ശരീരത്തിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി എസ്പെഷ്യലി തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ തലവേദനയ്ക്ക് കെട്ടിക്കൊടുത്താൽ വളരെ പെട്ടെന്ന് അത് മാറിപ്പോകും. തലവേദന മാറിയ ആള്, മൈഗ്രെയിൻ മാറിയ ആളുകളുണ്ടോ? മൈഗ്രെയിൻ. ഓക്കെ, എത്ര ആളുകൾക്ക് മൈഗ്രെയിൻ മാറി? നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. മൈഗ്രെയിൻ മാറിയിട്ടുണ്ട്. പെയിൻ കെട്ടുന്ന സമയത്ത് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ബി പിയുടെ വേരിയേഷനെ നോർമലാക്കാൻ സഹായിക്കുന്നു. മറ്റൊന്നുള്ളത് മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജി ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതിലുപരിയായിട്ട് 2 കാര്യങ്ങളെ ഈ ഒരു സാധനം പ്രിവെന്റ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും, അതിനെ സേഫ് ആക്കും. ഒന്നാമത്തത് അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. 2, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും. അറ്റാക്ക് വരില്ല എന്നോ സ്ട്രോക്ക് വരില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. അതിന്റെ രൂക്ഷത കുറയ്ക്കും, സങ്കീർണത കുറയ്ക്കും, ചക്ക വരാതിരിക്കും. നല്ലതാണോ? എത്ര % കിട്ടിയാലും നല്ലതല്ലേ? ഈ 2 കാര്യങ്ങളെയും സാധനം പ്രിവെന്റ് ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹത്വം. ഈ ഒരു കാലഘട്ടത്തിൽ 2020 ശേഷം കോവിഡാനന്തരം പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളൊന്നാണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ. സ്വർണം, കുഴഞ്ഞു വീണ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളുടെ ആധിക്യം കൂടിയിട്ടുണ്ട്, അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇനിയും കൂടാനാണ് പോകുന്നത്. അടുത്ത 5 to 10 ഇയറിനുള്ളിൽ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് വാനിഷ് ആയി പോകും. ഒരേ ഒരു റീസൺ എന്താണ്? ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. അത് അന്വേഷിച്ച ഏജൻസികളൊക്കെ നമുക്കത് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനെ കുറച്ചെങ്കിലും സോൾവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിന് കൊടുക്കേണ്ട നല്ലൊരു ക്ലാപ്പ് ഉറപ്പാണ്. ഒരു പ്രൊട്ടക്ഷനാണ്. ഇത് നമ്മൾ ധരിക്കുന്ന സമയത്ത് ഞാനിത് എപ്പോഴും കെട്ടി നടക്കും, എവിടെ പോവാണെങ്കിലും കെട്ടി നടക്കും. ഇനിയിപ്പോ ഒരു ഫംഗ്ഷന് പോവാണെങ്കിലും കല്യാണത്തിന് പോവാണെങ്കിലും ഞാനിത് കെട്ടാൻ മറക്കില്ല. കുളിക്കുന്ന സമയത്തും അതുപോലെ ഉറങ്ങുന്ന സമയത്തും മാത്രമാണ് ഇത് ഒഴിവാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടും. കാരണം സാഗർ ജോഷി സാറിന്റെ ഒരു കണ്ടുപിടുത്തം എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇത് കെട്ടി നടക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനോടുള്ള ഒരു വിശ്വാസവും ഇഷ്ടവും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് വാട്ടർ എനർജി പാഡാണ്. അതായത് കുടിക്കുന്ന വെള്ളക്കുപ്പിയുടെ മുകളിൽ ചുറ്റുന്ന ഒരു പാഡാണ് വാട്ടർ എനർജി പാഡ്. വെള്ളം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ട്, അതായത് ശരീരത്തിന് ആവശ്യമുള്ള 6 ബേസിക് ന്യൂട്രീഷൻ എന്ന് പറയും, ബേസിക് ന്യൂട്രിയൻസ്, അതിൽ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, വെള്ളം എന്താണ്? ഒരു ന്യൂട്രീഷനാണ്. ശരീരത്തിന് ആവശ്യമുള്ള ഒരു പോഷകമാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷെ വെള്ളം നമ്മൾ അതിന് ആനുപാതികമായി ശരീരത്തിന് ആവശ്യത്തിന് കുടിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ 6 ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒന്ന്
അന്നജമാണ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. 2 പ്രോട്ടീനാണ്, മാംസ്യമാണ്. പിന്നെ മിനറൽസ് ആണ്, ധാതുക്കളാണ്. പിന്നെ ജീവകങ്ങളാണ്, വൈറ്റമിൻസ് ആണ്. പിന്നെ ഫാറ്റാണ്, കൊഴുപ്പ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടറാണ്, വെള്ളമാണ്. വെള്ളം ഒരു ന്യൂട്രീഷനാണ്. ഇത് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിസോർഡറുകൾ ഉണ്ടാവും. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. എങ്ങനത്തെ വെള്ളം കുടിക്കണം? ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം കുടിക്കണം. അതായത് സാന്ദ്രത കുറഞ്ഞ വെള്ളം കുടിക്കണം. കട്ടി കൂടിയ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ചില വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറില്ല? നോക്കിയിട്ടുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്ത് മാറില്ല? ദാഹം മാറില്ല. എന്താ കാരണം? ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഗുണം ചെയ്യുന്നില്ല. കട്ടി കൂടിയ വെള്ളം, ഡെൻസിറ്റി കൂടിയ വെള്ളം നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഈ ഒരു പാഡ് വെള്ളക്കുപ്പിയുടെ മുകളിൽ ചുറ്റുന്ന സമയത്ത് വെള്ളം ഒരു 20 മിനിറ്റ് കൊണ്ട് മാഗ്നറ്റൈസ്ഡ് ആകുന്നു. അതിലെ ജലതന്മാത്രകളുടെ കൂട്ടങ്ങളെ അതൊന്ന് സെപ്പറേറ്റ് ആകുന്നു. അതിന്റെ മൈക്രോ ക്ലസ്റ്ററിംഗ് അവസ്ഥയിലേക്ക് അത് മാറുന്നു. അതിന്റെ ക്ലസ്റ്റർ ഫോമിൽ മാറ്റം വരുന്നു. ഡെൻസിറ്റി കുറയുന്നു. ജലതന്മാത്രകളെ വിഘടിപ്പിക്കില്ല, തന്മാത്രകളുടെ കൂട്ടങ്ങളെ വിഘടിപ്പിക്കും. അതാണ് മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി കുറയുന്നു. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് സ്പീഡായിട്ട് നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും ഈ വെള്ളത്തിന്. എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ 20% ആണ് അബ്സോർപ്ഷൻ നടത്തുന്നതെങ്കിൽ ഈ വെള്ളം കുടിക്കുമ്പോൾ 80% അബ്സോർപ്ഷൻ നടത്തും. അതാണ് വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ വളരെ ക്വിക്കായിട്ട് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആകും. നമ്മുടെ ശരീരം എപ്പോഴും നിർജ്ജലീകരണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശരീരമാണ്. കാരണം ഇവാപറേഷൻ എന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ബാഷ്പീകരണം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വെള്ളത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. തനിയെ വെള്ളം ഉണ്ടാക്കില്ല നമ്മുടെ ശരീരം. അപ്പൊ നമ്മളിത് കൊടുക്കണം. വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ശരീരം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷനിലേക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ബോഡിയിൽ ഡിസോർഡറുകൾ കൂടും. മനസ്സിലാകുന്നുണ്ടോ? വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാൽ ഡിസോർഡറുകൾ കൂടാൻ തുടങ്ങും. മെറ്റാബോളിസം കൊളാപ്സ് ആവും. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത വരും, സെൽ ഡാമേജ് വരും. അതുപോലെ തന്നെ ഓർഗാൻസിന്, സിസ്റ്റത്തിനൊക്കെ തന്നെ ഡാമേജ് വരും എന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റൈസ് ചെയ്ത് ഈ വെള്ളം നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നാച്ചുറൽ വാട്ടറാണ് നമ്മൾ കുടിക്കേണ്ടത്. ഏത് വെള്ളമാണ് കുടിക്കേണ്ടത്? ഭൂമി എന്താണോ തരുന്ന ആ വെള്ളമാണ് ശരിക്കും കുടിക്കേണ്ടത്. പക്ഷെ എന്ത് വെള്ളം കുടിക്കുന്നത്? വെള്ളത്തിന്റെ ഘടന മാറ്റിയിട്ടാണ് കുടിക്കുന്നത്. മനുഷ്യനൊഴികെയുള്ള ഒരു ജീവിയും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറില്ല. മനുഷ്യൻ മാത്രമേ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറുള്ളൂ. എല്ലാ വെള്ളവും പച്ചവെള്ളം കുടിക്കരുത്. കുടിക്കാൻ യോഗ്യമായ ശുദ്ധമായ പച്ചവെള്ളം അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടേ കുടിക്കാവൂ. ക്ലിയർ? ആ വെള്ളത്തിനകത്താണ് ജീവനുള്ളത്. വെള്ളത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. ആ വെള്ളം ജീവൻ കളയാതെ ജീവസ്വലത നിലനിർത്തിക്കൊണ്ട് കുടിക്കണം. അപ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത്. വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മേജറായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ കണ്ടമാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടോ? ജൈവ മാലിന്യങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ വേസ്റ്റുകൾ, ഈ ഇംപ്യൂരിറ്റീസ് എല്ലാം യൂറിനിലൂടെ, മോഷനിലൂടെ, സ്വെറ്റിലൂടെ, വിയർപ്പിലൂടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണം. അതായത് മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ രോഗിയാവും. ആവൂലേ? ഉറപ്പായിട്ടും. മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടക്കണമെങ്കിൽ ശരീരത്തിൽ എപ്പോഴും വെള്ളം വേണം. വെള്ളം കുറഞ്ഞാൽ ഈ പ്രക്രിയ നടക്കാതെ വരും. മാലിന്യ നിർമ്മാർജ്ജനം നടക്കാതെ വരുമ്പോൾ അതുകൊണ്ട് ഡിസോർഡർ ആകും. പ്രത്യേകിച്ച് മെറ്റാബോളിസം കൊളാപ്സ് ആവും. ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറയും, GI ട്രാക്ക് എന്ന് പറയും, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക് എന്നാണ് പറയുന്നത്. ദഹന വ്യൂഹം എന്ന് പറയുന്നത് മൗത്ത് മുതൽ തുടങ്ങുന്നുണ്ട് ആ സാധനം. അനസ് വരെയുള്ള ഭാഗങ്ങൾ, മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻഡസ്ട്രിയൻ, ലാർജ് ഇൻഡസ്ട്രിയൻ, റെക്ടം, അനൽ കനാൽ റൂട്ട്, ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഇത് ക്ലീൻ ആകണം. ഒരു ശരീരത്തിൽ എല്ലാ രോഗങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത് നമ്മുടെ കുടലിൽ നിന്നാണ്. ഏത് രോഗങ്ങളും മനസ്സിലാക്കുക. ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക് ഇവിടെ, ഒരു പേശിയാണ്. അതിന്റെ താഴെ ഉദരാശയം, മുകളിൽ ഔരസാശയം. ഉദരാശയം എന്ന് പറയുന്നത് ഗട്ട് എന്ന് പറയുന്ന സ്ഥലം, കുടലുകൾ എന്ന് പറയുന്നത്. ഈ കുടലിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് പഴമക്കാർ പറയും, കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്ന് പറയും. ക്ലീൻ ആകണം എപ്പോഴും. ഇത് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി ഗട്ട് ഡാമേജ് ആകുമ്പോൾ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകൾ കുടലിലുണ്ടാകും. ഈ ദോഷകരമായ ബാക്ടീരിയകൾ ഇൻക്രീസ് ചെയ്യും, അത് അക്യുമുലേറ്റ് ചെയ്യും, അത് പലതരത്തിലുള്ള ഇൻഫ്ലാമേഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗം എപ്പോഴും ക്ലീൻ ആകണം. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് ട്രാക്ക്, GI ട്രാക്ക് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വേറൊരു മാർഗവും അതിനില്ല. ജലൂസിൽ അതുപോലെ അന്റാസിഡുകളൊന്നും എന്ത് ചെയ്യൂല, ഡൈജസ്റ്റീവ് ട്രാക്കിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കില്ല. ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് സാധനം ക്ലീൻ ചെയ്യാനും വെള്ളം വേണ്ടേ? ആണോ?
അതുപോലെ നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാനും വെള്ളം വേണം. ഇതിനൊരു അളവുണ്ട്. അതായത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നോർമൽ ആയ ഒരു മനുഷ്യന് കുടിക്കണം എന്നാണ് പറയുന്നത്. എത്ര? 3 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളത്തിന്റെ പൊതു സ്വഭാവത്തിൽ കുടിക്കണം. അത് ഡെൻസിറ്റി കുറഞ്ഞ വെള്ളമായിരിക്കണം. അപ്പൊ നമ്മുടെ മെറ്റാബോളിസം നോർമൽ ആകും. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ കാര്യക്ഷമമായിട്ട് നടക്കും. വെള്ളം കുടിച്ചാൽ, വെള്ളം കുടിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ്. അവിടെ മുതൽ തുടങ്ങണം. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എണീറ്റ ഉടനെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, നല്ലൊരു കാര്യം. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ GI ട്രാക്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ അപ്പൻഡിക്സ്, അതുപോലെ അത് വരാനുള്ള സാധ്യത, പെപ്റ്റിക് അൾസർ, കൊളോൺ ക്യാൻസർ, അതുപോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, ജേഡ് പോലുള്ള പ്രശ്നങ്ങൾ, ഗാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെ പറയും. ഇതുപോലുള്ള സംഭവങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സൽ മെഡിസിൻ ആണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അത് മിനിമം ഒരു 3 ലിറ്റർ കുടിക്കുക ഒരു ദിവസം. വെയിറ്റ് കൂടിയ ആളുകളാണെങ്കിൽ 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള അനുപാതത്തിൽ വേണം ഒരു ദിവസത്തിൽ വെള്ളം കുടിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിച്ചാലേ മെറ്റാബോളിസം, കാറ്റബോളിസം, അനാബോളിസം ഒക്കെ തന്നെ നോർമൽ ആവുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുക. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജോയിന്റ് പെയിനുകൾ കുറയുന്നതായിട്ട് കാണും. അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞെരിച്ചൽ, ചെസ്റ്റ് പെയിൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകുന്നത് കാണും. മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ ഒഴിവായിപ്പോൾ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലുള്ള വേദനകൾ ഒഴിവാകാൻ തോന്നും, നമുക്ക് ഫീൽ ചെയ്യും. ജോയിന്റ് പെയിനുകൾ, ആർത്രൈറ്റിസുകളൊക്കെ തന്നെ കുറയാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. മൗത്ത് അൾസറുകൾ റെഗുലർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. അൾസർ കുറഞ്ഞു പോകും. കരിയാവരണങ്ങൾ, അതിന് ഉണങ്ങാത്ത മുറിവുകൾ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി മാഗ്നറ്റൈസർ വാട്ടർ ഉണ്ട്. എത്രയോ റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 കേസുകൾ എനിക്ക് ബ്ലീഡിംഗ് പൈൽസിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഹിമറോയിഡ്സ് എന്ന് പറയും, ബ്ലീഡിംഗ് പൈൽസ്. 2 കേസുകളിൽ അങ്ങനെ വർഷങ്ങളോളം ബ്ലീഡിംഗ് പൈൽസ് അനുഭവിച്ചിരുന്ന ആളുകൾക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് വെള്ളം കൊടുത്ത് മാറുക എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കാൻ പറ്റും. പച്ചവെള്ളം ഒരു യൂണിവേഴ്സൽ മെഡിസിനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിനെ അതിന്റെ അധാർമികതയോട് കൂടിയിട്ട് കഴിക്കൂല എന്നുള്ളതാണ്. അതിന്റെ ഘടന മാറ്റി കഴിക്കാനാണ് നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ദുര്യോഗങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശീലിക്കുക, മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുക, റെഗുലർ ആയിട്ട് കുടിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു 6 മാസം 1 വർഷം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഒരു 10 വയസ്സിലേക്ക് റിവേഴ്സ് അടിക്കും. 2 വർഷമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. 2 വർഷമായിട്ട് മാഗ്നറ്റൈസർ വാട്ടർ മാത്രമാണ് കുടിക്കുന്നത്. 15 വർഷം റിവേഴ്സ് അടിച്ചു. പോരെ, എനിക്ക് ബയോട്ടോറിയത്തിൽ അപ്പുറം എന്തെങ്കിലും തരണോ? ഞാനും ജെപി സാറൊക്കെ ബിസിനസ് ചെയ്ത ഒരു കോടിക്ക് മുകളിൽ പൈസ ഉണ്ടാക്കി. അത് വേറെ കാര്യം, പോട്ടെ, അത് ബോധർ ചെയ്യുന്നേ ഇല്ല. പൈസ ഉണ്ടാക്കാൻ പറ്റും. 15 വർഷം റിവേഴ്സ് കിട്ടി. അതിനോടൊപ്പം പോയി 1 കോടി. അതാണ് വേണ്ടത്. ഹെൽത്ത് ആണോ? ഇത് നമുക്ക് തരും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തോ. നിങ്ങളുടെ ഫേസ് പറയും നിങ്ങളുടെ മാറ്റം. ഉറപ്പ്. അങ്ങനെ ആരെല്ലാം പറഞ്ഞ ആൾക്കാരുണ്ടോ? ഫേസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്, കളർ കൂടിയുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, പറയും. ആ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ചില പിശാചുകൾ ഇത് വാങ്ങി വെക്കും, പക്ഷെ ഉപയോഗിക്കില്ല. നോക്കിയിട്ടുണ്ടോ? പൈസ കൊടുത്ത് വാങ്ങും, ഉപയോഗിക്കില്ല. എന്ത് ചെയ്യും എന്നിട്ട് പറയും. അങ്ങനെയും പറയും. കറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കണം, യൂസ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, പ്രൂവ് ചെയ്യൂ. അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണി ഇന്ന് നിർത്തിപ്പോകും. ഗ്യാരണ്ടി. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ സത്യം. 23 വർഷക്കാലം മെഡിക്കൽ മേഖലയിൽ ന്യൂട്രാസ്യൂട്ടിക്കലും ഫാർമസ്യൂട്ടിക്കലും 23 വർഷക്കാലം വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഹെൽത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. കോഗ്നസി, സൂട്ടിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളതും ഇതുപോലുള്ള ആൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതുപോലെ ആൽക്കലൈൻ വാട്ടറിന്റെ ഒരു മിഷൻ നമ്മുടെ കമ്പനി ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡിന്റെ pH 7.35 ആണ്. ആൽക്കലൈൻ സ്വഭാവമാണ്, ക്ഷാരഗുണ സ്വഭാവമാണ്. അതിലുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ആൽക്കലൈൻ വാട്ടർ കുടിക്കണം എന്നാണ് പറയുന്നത്. കുറച്ച് വില കൂടിയ മെഷീനാണ്. എപ്പോഴെങ്കിലും ഇത് വാങ്ങിക്കാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇത് വാങ്ങിക്കണം. ആൽക്കലൈൻ വാട്ടർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെ കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ ആൽക്കലൈൻ വാട്ടറിന് കഴിയുന്നു എന്നുള്ളതാണ്. 1931
പിന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ക്യാൻസറസ് ടിഷ്യൂസ് ആർ അസിഡിക്, ഹെൽത്തി ടിഷ്യൂസ് ആർ ആൽക്കലൈൻ. ഈ ഒരൊറ്റ കണ്ടുപിടുത്തത്തിനാണ് 1931 നോബൽ പ്രൈസ് കിട്ടിയത്. ശരീരത്തിൽ അസിഡിക് ടിഷ്യൂകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ആൽക്കലൈൻ ടിഷ്യൂകൾ ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ വ്യാപനം സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ്. നാച്ചുറൽ ആയിട്ട് വിതൗട്ട് ഇലക്ട്രിസിറ്റിയിൽ ആൽക്കലൈൻ ആക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ pH 8-9 ആക്കാൻ പറ്റുന്ന ഒരു മെഷീൻ നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കണം, നമ്മുടെ സാമ്പത്തികമൊക്കെ അനുവദിക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ നമുക്കുള്ളത് മാട്രസ് പാഡാണ്. നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാട്രസ് പാഡാണ്. ഒരു പില്ലോ പാഡ് ഉണ്ട്. ഓക്കെ സാറേ, ഇതൊന്നാണ് നോക്കിയത്. ഇതാണ് നമ്മളെ മാട്രസ് പാഡ്, കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡ്. ഇതിനകത്ത് 3 തരത്തിൽ ഇത് വരുന്നുണ്ട്. 90 മാഗ്നറ്റിന്റെ, 110 മാഗ്നറ്റ് പവർ കൂടിയത്, 180 മാഗ്നറ്റിന്റെ, അങ്ങനെ 3 തരത്തിൽ, സെമി ഡിലക്സ്, സൂപ്പർ ഡിലക്സ്, പ്രീമിയം, അങ്ങനെ 3 തരത്തിൽ ഇത് വരുന്നുണ്ട്. ഇത് നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വിരിച്ചു കൊടുക്കുക. ഇതിന്റെ മുകളിൽ ഒരു കോട്ടൺ ഷീറ്റ് ഇടുക, എന്നിട്ട് അതിൽ കിടക്കുക. 6-7 മണിക്കൂർ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്സിജന്റെ ലെവലിനെ ക്രമപ്പെടുത്താൻ വേണ്ടി അത് സഹായിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകൾ ഒഴിവായി കിട്ടുന്നു. നല്ല സുഖകരമായിട്ട് ഉറക്കം കിട്ടുന്നു. എന്താണ് ഉറക്കം കിട്ടാനുള്ള കാരണം? ഇത് തലയ്ക്ക് വെച്ച് കൊടുക്കുക. ഇതിനകത്ത് 20 മാഗ്നറ്റ് ഉണ്ട്, നിയോഡൈമിയം മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനകത്ത് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. മെലാറ്റോണിൻ ആണ് നമുക്ക് ഉറക്കം തരുന്നത്. മെലാറ്റോണിന്റെ ഉൽപാദനം ഉണ്ടാകണമെങ്കിൽ ബ്രെയിനിലേക്ക് ഓക്സിജന്റെ ഫ്ലോ സപ്ലൈ സഫീഷ്യന്റ് ആകണം. ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ സഫീഷ്യന്റ് ആക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും. സ്വാഭാവികമായിട്ടും പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആകും, മെലാറ്റോണിന്റെ ഉൽപാദനം കൂടും, സുഖകരമായ ഉറക്കം കിട്ടും, നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് കിട്ടും. ഇത് ഉപയോഗിച്ച് നല്ല ഉറക്കം കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ്. സുഖമായിട്ട് ഉറങ്ങണം. ഒരു മനുഷ്യൻ ഉറങ്ങണ്ടേ? ഉറങ്ങണം. 6-7 മണിക്കൂർ ഉറങ്ങണം. അതിൽ 4 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണം, ഗാഢനിദ്രയായിരിക്കണം, ഒന്നും അറിയാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നത്. മെയിൻ്റെനൻസ് വർക്ക് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണിതരായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും, ശരീരത്തിലെ പല ഡിസോർഡറുകളും ഒഴിവാക്കി കിട്ടും. എത്രയോ ആളുകൾക്ക് വർഷങ്ങളായിട്ട് അവര് ഉപയോഗിച്ചിരുന്ന പല മെഡിസിനുകളും നിർത്താൻ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഉപയോഗം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷത്തിലധികം തൈറോയിഡിലുള്ള തൈറോനം ഗുളിക, തൈറോനം 100 mg കഴിച്ചിരുന്ന 20 വർഷം കഴിച്ചിരുന്ന ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് 6 മാസം യൂസ് ചെയ്തപ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി തൈറോനം വേണ്ട, നോർമൽ ആണ് എന്ന് പറഞ്ഞു. ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, വിത്ത് എവിഡൻസ്, പ്രൂഫോട് കൂടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം, ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ കുറെ രോഗമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ആ പ്രോഡക്റ്റ് ആണ്. ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് കൊടുക്കണം ഈ പ്രോഡക്റ്റ്, ഒരു തർക്കമോ കാര്യത്തിലില്ല. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് രോഗമില്ലാത്ത ആളുകളുണ്ടല്ലോ, രോഗമില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, രോഗമില്ലാത്തെന്ന് പറയാൻ കഴിയില്ല, രോഗമില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. എന്തിന്? നമുക്ക് ഒരു സിഗ്നലും തരാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് ഉണ്ടല്ലോ. അതിലൊന്നാണ് ഈ സാധനം. ഏത്? പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത്. ആണോ? ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ നമ്മുടെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി ഒരു കടയിൽ പോയിട്ട് ഫോൺ ചെയ്തിട്ട് സംസാരിക്കാണ്ട് വൈഫിനോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 2 മിനിറ്റ് കൊണ്ട് മരിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കും. പെട്ടെന്നുള്ള മരണങ്ങൾ 2020 ശേഷം ഗണ്യമായി കൂടിയിട്ടുണ്ട്. ആണോ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്ന NCRB പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കണം, ആളുകളോട് പറയണം, നമ്മുടെ വീട്ടുകാരോട് പറയണം, സുഹൃത്തുക്കളോട് പറയണം, സമൂഹത്തിൽ പറയണം. ഒരു മടിയും കാണിക്കണ്ട. ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. ആണോ? ഞാനും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരൊന്നല്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. കോവിഡാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് മയോകാർഡൈറ്റിസ്. അത് എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇതുണ്ടാക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ പേശികൾക്ക് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തു പോകുന്നതിനെയാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ആ മയോകാർഡൈറ്റിസ് ഒഴിവാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. 1, മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കണം. 2, ഈ മാഗ്നറ്റിക് വാട്ടർ കൃത്യമായിട്ട് കുടിക്കണം. ജീവനിൽ പേടിയുള്ളവർ, ഞാൻ അങ്ങനെ പറയാം, ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള ആയുസ് വരെ ജീവിക്കാമല്ലോ. എന്തിനായാലും മുമ്പ് നമ്മൾ പ്രിമേച്ചർ ഡെത്തിലേക്ക് പോകേണ്ട കാര്യം എന്താണ്?
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർമാർ പോലും ഇതിന്ന് വ്യത്യസ്തമല്ല. ഡോക്ടർമാരും ഈ കുഴഞ്ഞു വീണ മരണത്തിന് വിധേയരാകുന്നുണ്ട്. ഇത് കാർഡിയോളജിസ്റ്റ് ആണ്. ഞാനിത് കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ? കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഗുജറാത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള 10,000-ലധികം ആളുകളെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഫേമസ് കാർഡിയോളജിസ്റ്റ് കഴിഞ്ഞ ജൂൺ മാസം 6-ാം തീയതി അറ്റാക്ക് വന്ന് മരിച്ചു. ആൾക്ക് പോലും സിഗ്നൽ കിട്ടിയില്ല. ക്ലിയർ? സിഗ്നൽ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു അല്ലെ? സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് പല ആളുകളും ഊറ്റം കൊള്ളുന്നത്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ല ആരോഗ്യവാനാണ്, കോപ്പാണ്, എന്താ പറ്റിയെന്ന് പറയാൻ കഴിയില്ല അല്ലേ? അപ്പൊ ഈ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് അറിയുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഡോക്ടർമാരും ഇതിന് വിധേയരാകുന്നുണ്ട്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം. ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ, എനിക്കറിയാം, മണ്ണാർക്കാട് ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ആളിനോട് ഒരു കാര്യം പറഞ്ഞു. അതെ, ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു തവണ പോയിട്ട് ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തത് 4,500 രൂപ ചെക്കപ്പിന് വന്നു. ഓൾ ബോഡി ചെക്കപ്പ് നടത്തി, ഒരു പ്രശ്നമില്ല, നല്ല പവറാണ്. പിറ്റേ ദിവസം ആൾക്ക് 3 മേജർ ബ്ലോക്ക് ആയിട്ട് ഹോസ്പിറ്റലായി, 2.5 ലക്ഷം ചെലവായി. ആളിനോട് പറയും ഇത് ടെസ്റ്റ് ചെയ്ത് വന്നതിന്റെ പിറ്റേ ദിവസം. അപ്പൊ ടെസ്റ്റിലൊന്നും അറിഞ്ഞോണ്ടെന്നില്ലാന്ന് എല്ലാതും. ഇത് എപ്പോ വരുമെന്ന് പറയാൻ കഴിയില്ല. മയോകാർഡിറ്റിസ്, മൈക്രോ ബ്ലോക്കുകൾ എപ്പോ വരും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതിനാണ് നമ്മുടെ പേശി സങ്കോച ശക്തിയെ നോർമൽ ആക്കാൻ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കണം, നമ്മുടെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, സർക്കുലേഷൻ പ്രോപ്പർ ആക്കണം, ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കണം, ഈസി ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിലേക്ക് നമ്മുടെ ബ്ലഡിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ പ്രശ്നം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഈ റിപ്പോർട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് 24 ന്യൂസിൽ വന്നതാണ്. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിലേ ആയുസില്ല, അവിടെ 2 കുറഞ്ഞു. എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇത് അനുഭവിക്കാന്നല്ലാതെ. അതായത് മനുഷ്യ ആയുസ് ഒരു ദശാബ്ദത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 120 വയസ്സ് വരെ ജീവിക്കേണ്ട ആളുകളാണ് നമ്മള്. ആണോ? 120 മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്, പഠിച്ച ആയുസ്. അതൊന്നും വേണ്ട. 100 എത്തിയ സെഞ്ചുറി അടിച്ചാൽ തന്നെ വലിയ ലാഭം. എത്തൂലല്ലോ. എത്രയാണ്? 68 ആവറേജ് എന്ന് പറയുന്നത്. അതിന് 2 വീണ്ടും കുറഞ്ഞു. എന്താ പ്രതിരോധിക്കണ്ടേ? പറയൂ, പ്രതിരോധിക്കണോ? ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് രോഗികൾക്ക് മാത്രം തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതാണോ? പിന്നെ ആരോ ഉപയോഗിക്കേണ്ടത്? എല്ലാവരും. 100% ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. 2 കാര്യം കൊണ്ട് ആളുകൾ വാങ്ങിക്കില്ല. ഇതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് വാങ്ങിക്കില്ല, 2 പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കില്ല. 2നുള്ള സൊല്യൂഷൻ ഇവിടെയുണ്ട്. 2നും സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. നമ്മുടെ സുനിൽ സാറിന്റെ വൈഫിന് 13 വർഷക്കാലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അവരുടെ വയറ് വീർക്കുന്ന ഒരു പ്രശ്നം. സുനിൽ സാർ ഇവിടെ ഉണ്ട്. ഉണ്ടോ സുനിൽ സാറ്? അതാ അദ്ദേഹത്തിന് ഒന്ന് എണീറ്റിക്കോ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു അവസ്ഥയായിരുന്നത്. സാർ എത്ര ദിവസം കൊണ്ടാണ് ഇത് നോർമൽ ആയത്? 8 ദിവസം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. താങ്ക് യു. 13 വർഷത്തെ ഒരു പ്രോബ്ലം ഒന്ന് ആലോചിച്ചു നോക്കി. എത്രത്തോളം അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ വീട്ടുകാര്, സുനിൽ സാറ്, മക്കള് എത്ര അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അത്രയധികം പ്രയാസപ്പെട്ടൊരു ഒരു സഹോദരിയാണ്. 8 ദിവസം കൊണ്ടാണ് ഈ ഒരു നോർമലായത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. അതുപോലെ വെരിക്കോസ് അൾസർ, അതുപോലെ ഈ ഒരു കേസ് ഇത് നമുക്ക് കാണാൻ കഴിയില്ല ഈ ചിത്രം. ആണോ? ഇവര് മഞ്ചേരിയിലുള്ള മിനി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. നമ്മുടെ ജിത്തു സാറാണ് ഒരിക്കൽ പ്രോഡക്റ്റ് കൊടുത്തത്. ഇവര് കാല് വ്രണം വന്ന് മുറിവ് വന്നിട്ട് ഡോക്ടർമാർ ആംബ്യൂട്ടേഷന് ഡേറ്റ് കൊടുത്തിട്ട്, ആംബ്യൂട്ടേഷൻ തന്നെ കാല് മുറിച്ച് കളയുന്ന ഡേറ്റ് കൊടുത്തൊരു വ്യക്തിയാണ്. 1 മാസം സമയം ഉണ്ടായിരുന്നു. ആ 1 മാസം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. 1 മാസം ഉപയോഗിക്കാം, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഈ പ്രോഡക്റ്റ് കൊടുത്തപ്പോൾ 1 മാസം കൊണ്ട് ശരീരത്തിന് ഹീലിംഗ് വരികയും ആ പറഞ്ഞ ഡോക്ടറിനെ പറഞ്ഞു ഇനി കാല് മുറിക്കേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അവർ അതേ കാലുമായിട്ട് അവർ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നടന്നു പോകുന്നുണ്ട്. ആ കാലിലെ മുറിവ് ഉണങ്ങി. ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാനുള്ള കഴിവിനെ ഉദ്ദീപിപ്പിക്കുകയാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? ശരീരത്തിന് ഹീലിംഗ് പവർ ഉണ്ട്. ഉണ്ടോ? ശരീരത്തിന് ഹീലിംഗ് പവർ ഉണ്ട്. ഇത് ജോഷി ശങ്കർ എന്ന് പറയുന്ന തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിയാണ്. ഞാനിത് വെറുതെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ഞാനീ പറയുന്നത് സത്യമല്ലേ നിങ്ങൾക്ക് നോക്കാം. കാർബൻകൾ എന്ന് പറയുന്ന ഒരു അസുഖം വന്ന് കഴുത്തിൽ മുറിവ് വന്ന് 1.5 വർഷക്കാലം മുടങ്ങാതെ നരകയാതന അനുഭവിച്ച ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ വേദനകളും പീഡകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 3.5 മാസം കൊണ്ട് ഹീൽ ചെയ്യപ്പെട്ടു. 3.5 മാസം കൊണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്.
അതുപോലെ നമുക്ക് ഒരുപാട് ഇതൊക്കെ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളായിരുന്നെങ്കിൽ നമുക്ക് സൈബർമാൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് നമ്മുടെ കമ്പനി കടന്നു. EV സ്കൂട്ടികളൊക്കെ നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞു. ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ കമ്പനി കൊണ്ടുവരുന്നു. അതായത് ഇമിറ്റേഷൻ ജ്വല്ലറി, ഗാഡ്ഗറ്റ്സുകള്, ഫുട്വെയർ, ഫാഷൻ ഗാർമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ്, ആയുർവേദ, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്, FMCG പ്രോഡക്റ്റുകൾ, അഗ്രികൾച്ചർ, ഇങ്ങനെ 3000-ലധികം പ്രോഡക്റ്റുകൾ. ഒരു മനുഷ്യന് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ വേണോ അതെല്ലാം ബയോട്ടോറിയത്തിന്റെ കുടക്കീഴിൽ വരാനുള്ള പ്ലാനിംഗ് ആണ് സാഗർ ജോഷി എന്ന് പറയുന്ന ഉദാത്തമായ ചിന്താബോധമുള്ള ആ വ്യക്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 18 ലക്ഷത്തിലധികം സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളുള്ള ഒരു വലിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഈ 18 ലക്ഷം ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയത് ടിവിയിലൂടെ, പത്രത്തിലൂടെ പരസ്യം കണ്ടിട്ടല്ല. പിന്നെ എങ്ങനെ വാങ്ങിച്ചു? വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെന്റ്. ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായം. ഞാൻ 2 വർഷമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഞാൻ എൻ്റെ അഭിപ്രായമായി പറയുന്നു. താല്പര്യമുള്ള ആളുകൾക്ക് കേൾക്കാം, വിശ്വാസമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാം, വേണമെങ്കിൽ വാങ്ങിക്കാം. ഒരു കമ്പൽഷനും ഞാൻ കൊടുക്കാറില്ല. നിങ്ങൾ നിർബന്ധമായി വാങ്ങണമെന്ന് ഞാൻ പറയില്ല. ഇതിങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യം ചെയ്യും, ഗുണം ചെയ്യും, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ക്ലിയർ? അങ്ങനെ പറഞ്ഞപ്പോൾ 15,000 ആളുകൾ വാങ്ങിച്ചു ഈ സമയം കൊണ്ട്. നമ്മൾ പല ആളുകളും പറയില്ല, ചില ആളുകൾ ഇതൊക്കെ വാങ്ങി സുഖമായിട്ട് കടന്നിറക്കും, ഒരു മനുഷ്യനോടും മിണ്ടൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ സാഗർ ജോഷി സാർ പറയുന്നുണ്ട്, ഈ കമ്പനിക്ക് ആവശ്യം ഇതിന്റെ സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളാണ്. അവരുടെ വാമൊഴി പരസ്യമാണ് ഈ കമ്പനിക്ക് ആവശ്യം. ഒരു സെലിബ്രിറ്റീസിനും, ഒരു ടിവിക്കാർക്കും, ഒരു പരസ്യക്കാർക്കും 10 പൈസ കൊടുക്കില്ല. മറിച്ച് ഇത് ആരാണോ പരസ്യം ചെയ്യുന്നത് അവർക്ക് പൈസ തരാം. അതല്ലേ നല്ലത്? അതാണോ ശരി? അതാണ് ശരി. ഞാൻ ഇത് പരസ്യം ചെയ്യുന്നു. ഞാൻ ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. സാഗർ ജോഷി സാറ് എനിക്ക് അങ്ങനെ ബ്രാൻഡ് അംബാസഡർ പട്ടം തന്നിട്ടില്ല. ഞാൻ സ്വയം പറഞ്ഞു ബ്രാൻഡ് അംബാസഡറാണ്. വേണമെങ്കിൽ അംഗീകരിച്ചോളൂ. നിങ്ങളും ബ്രാൻഡ് അംബാസഡറാണ്, നിങ്ങൾക്കും ഇതിന്റെ ബ്രാൻഡ് അംബാസഡറാകാം. ക്ലിയർ? ബ്രാൻഡ് അംബാസഡർ സ്വയമായി പറഞ്ഞ് അതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം പ്രവർത്തിച്ചാൽ 1 കോടി അക്കൗണ്ടിലേക്ക് വരും. വരും. അങ്ങനെ വന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിസ്സാരമായി ഇതിനെ കാണണ്ട, തമാശയായിട്ടും ഇത് കാണണ്ട. വളരെ എന്താ പറയാ, വളരെ ബുദ്ധിപൂർവ്വം ഇതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ്, ബുദ്ധിപൂർവ്വം ഇതിനെ കാണുക എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന VVIPകൾ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, രാഷ്ട്രീയ മേഖലയിലുള്ള പല വ്യക്തികൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ പിന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മുഖ്യമന്ത്രിമാർ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പല ആളുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ പിന്നെ പലതരത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ണാ ഹസാരെ പോലുള്ള ആളുകളൊക്കെ, അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലുള്ള വ്യക്തികള് ഒക്കെ എത്രയോ ആളുകൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സയ്യിദ് പാണക്കാട് ഷമീർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് നിയാസ് അലി തങ്ങൾ, ഇതുപോലുള്ള ആളുകൾ, അതുപോലെ മത മേലധ്യക്ഷന്മാര്, കോട്ടയം മെത്രാപ്പോലീത്ത, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എത്രയോ വലിയ വലിയ ആളുകൾ, സിനിമാ മേഖലയിലുള്ള ആളുകൾ ഒക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തീരൂല. ഇത് ഓസ്ട്രേലിയയിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ലേഡിയാണ്. ഓസ്ട്രേലിയക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറെ ആളുകൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ 650-ലധികം MBBS ഡോക്ടേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യില്ല, അവരായിരിക്കും എഴുതി കൊടുക്കില്ല, കാരണം അവരുടെ പ്രൊഫഷന് എതിരാണത്. പക്ഷെ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, വിദ്യാഭ്യാസം ഉണ്ട്, അഡ്വക്കേറ്റ് ആണെന്ന് കാര്യമില്ല. അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സെയിം ആണ്. ക്ലിയർ? അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മുഖ്യമന്ത്രിയാണോ പ്രധാനമന്ത്രിയാണോ എന്ന് നോക്കില്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ക്യൂ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വരാം, അറ്റാക്ക് ചെയ്യാം, പ്രശ്നങ്ങളാവാം, സങ്കീർണതയിലേക്ക് പോകാം. അതിനു വേണ്ടിയുള്ള പ്രിവെൻഷനാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ ഡോക്ടേഴ്സ് ആണ്. എത്രയോ ഡോക്ടേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രോഡക്റ്റിന്റെ മഹത്വം കൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ ട്രെൻഡായിട്ട് ബയോട്ടോറിയം മാറി. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം, നമുക്ക് ഉപഭോക്താവിന് തന്നെ വേറൊരു വ്യക്തിയോട് പറയുകയും അതിന്റെ കച്ചവടത്തിൽ പങ്കാളികളാവുകയും ചെയ്യാം. അങ്ങനെ പങ്കാളിയായ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഉൽപ്പന്നം ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, സംതൃപ്തനായി, മറ്റുള്ള ആളുകളോട് പറഞ്ഞു, അവർ മറ്റുള്ള ആളുകൾ വാങ്ങിക്കുമ്പോൾ അത് എന്റെ വിൽപ്പനയായിട്ട് കാണണ്ടേ?
അതിനുവേണ്ടി നമ്മുടെ കമ്പനി ഒരു സിസ്റ്റം കൊണ്ടുവന്നു. എല്ലാവർക്കും ഒരു യൂണിക് ID കൊടുക്കും. അതിൽ KYC കമ്പൽസറി ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. ആധാർ, പാൻ, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ID ആക്ടിവേഷൻ ആവും. ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആളുകളോട് ഇത് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കും. നിങ്ങളൊരു 100 പേരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 20 പേരെങ്കിലും വാങ്ങിക്കും. ക്ലിയർ? അങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാവരും വാങ്ങുമെന്നോ എല്ലാവരും നിരാകരിക്കുമെന്നോ പേടിക്കണ്ട. എല്ലാവരും വാങ്ങുമെന്ന് പേടിക്കണ്ട, എല്ലാവരും നിരാകരിക്കുമെന്ന് പേടിക്കണ്ട. ഏവറേജ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ? അങ്ങനെയാണ് 15,000 ആളുകൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. 1,00,000-ലധികം ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിരന്തരമായി പറഞ്ഞു, മടുപ്പില്ലാതെ പറഞ്ഞു. അപ്പൊ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പൊ ഓരോ ദിവസവും, മുമ്പൊക്കെ 2 കൊല്ലം മുമ്പൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു സെയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷമായിരുന്നു. ഒരു സെയിൽ കിട്ടിയാൽ ആഘോഷമായിരുന്നു. ഇന്ന് അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 80 സെയിലൊക്കെ കയറും. എവിടുന്ന് വരുന്നു എന്നൊന്നും അറിയാൻ കഴിയില്ല. അത് ചിലപ്പോൾ ഗുജറാത്തിൽ നിന്നാവും, തമിഴ്നാട്ടിൽ നിന്നാവും, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാവും, അറിയാൻ കഴിയില്ല. ബിസിനസ് ഇങ്ങനെ കയറും. ക്ലിയർ? അങ്ങനത്തെ ഒരു പൊസിഷനിലെത്താൻ 2 വർഷക്കാലം ഇതിന്റെ ഒരു എന്താ പറയാ വക്താവായി നിരന്തരം ഇത് തന്നെ പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇതിന്റെ ഭാഗമായി നിൽക്കുക. ഇതുപോലുള്ള പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരിക, അവരെ ബോധ്യപ്പെടുത്തുക, അവർക്ക് ഉൽപ്പന്നം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. അവരിലൂടെ ഒരു വലിയ ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മുടെ സമൂഹത്തിലെ 90% ആളുകളും സാമ്പത്തിക പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്നവരാണ്. ആണോ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് 90% ആളുകൾ. അതിനുള്ളൊരു ശാശ്വത പരിഹാരം എത്തിക്കലായിട്ട്, പോസിറ്റീവായിട്ട്, ഒരാളുടെയും കണ്ണുനീരിന്റെ ഉപ്പ് കലരാത്ത പണം, ബ്ലെസ്സിങ് മണി ബയോട്ടോറിയത്തിലൂടെ ഉണ്ടാക്കാം. ഉറപ്പ്. ഒരാൾ നമ്മൾ ചീത്ത പറയില്ല. നല്ല പ്രോഡക്റ്റ് കൊടുത്ത് അവരുടെ നന്ദിയോടുകൂടി, അവരുടെ അനുഗ്രഹത്തോടു കൂടി എന്നെ എത്രയോ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് തന്നതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവർക്ക് വന്നുള്ള മാറ്റങ്ങൾ അവർ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിലാണ് ഈ ബിസിനസ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 2 കൊല്ലത്തിനുള്ളിൽ മിനിമം ഒരു 2 മുതൽ 5 ലക്ഷം ആളുകൾ ഇനിയും ഈ പ്രോഡക്റ്റ് കേരളത്തിൽ മാത്രം വാങ്ങും. അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ അത് വാങ്ങിയിരിക്കും. അത് നമ്മളിലൂടെ ആണെങ്കിൽ ഇതിന്റെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ക്ലിയർ? അമിതാഭ് ബച്ചനും ഐശ്വര്യ റായിക്കും നമ്മുടെ കമ്പനി പൈസ കൊടുക്കില്ല എന്ന് ആദ്യം ഉറപ്പിച്ചെന്ന് എനിക്ക് നിങ്ങൾക്ക് തരും. ക്ലിയർ? അപ്പൊ അങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ മേടിക്കുക. ഇതിൽ 4,100ന്റെ 5,200, 8,400, 14,600 ഈ പാക്കേജ് സിംഗിൾ പാക്കേജ് ആണ്. ഇത് നമുക്ക് സെമി ഡീലക്സിലാണെങ്കിൽ 50 PV ഉണ്ടായിരിക്കും, 8,400 രൂപയാണ്. ഫാമിലി പാക്കേജ് ആണെങ്കിൽ 14,600 രൂപ. അതുപോലെ തന്നെ മാട്രസ് പാഡും പില്ലോ പാഡും ഇല്ലാത്ത പാക്കേജ് ആണെങ്കിൽ 5,200, 25 PV. ഇങ്ങനെ ഓരോ PV-യിലാണ് ഇതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. പോയിന്റ് വാല്യൂവിലാണ് ഈ പ്രോഡക്റ്റുകളുടെ പാക്കേജുകളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അത് നമുക്ക് കമ്മീഷൻ തരുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് മാത്രം കൂട്ടിയാൽ മതി. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെമി ഡീലക്സ് ഉണ്ട്, സൂപ്പർ ഡീലക്സ് ഉണ്ട്, പ്രീമിയം ഡീലക്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഫോമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, മാഗ്നറ്റിന്റെ പവറിലും എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ട് ഏതാണ് വാങ്ങിക്കുക. 25 വർഷത്തിലധികം ഉപയോഗിക്കാം. മെറ്റീരിയൽ കേടുവരുത്തരുത്, വെള്ളം നനയ്ക്കരുത്, വാഷ് ചെയ്യരുത്, അയേൺ ചെയ്യരുത്, ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ചെയ്യരുത്. ഒരു വീട്ടിൽ ചെന്ന സമയത്തിന്റെ നമ്മുടെ ഈ മാട്രസ് പാഡ് ഇങ്ങനെ അയലിൽ ഇങ്ങനെ ഉണക്കാട്ടിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം ചോദിച്ചു. അപ്പൊ അതില് പിന്നെ അഴുക്കായ സമയത്ത് അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് പറഞ്ഞു. എന്നാ ശരി, പുതിയത് വാങ്ങിച്ചോളൂ പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ മാഗ്നറ്റ് ആകെ ഡിസോർഡർ ആയിട്ടുണ്ടായിരിക്കും, പൊടിഞ്ഞു പോകും. വെള്ളം തട്ടി നനഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകണ മണ്ണാണ് അത്. ഒരു നിക്കൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളത്. അതുകൊണ്ട് വാഷ് ചെയ്യാൻ പാടില്ല. പ്രോഡക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ പാക്കേജ് എടുക്കുന്നതോടുകൂടി യു വിൽ ഗെറ്റ് എ യൂണിക് ID. ആ IDയിലൂടെ നമുക്ക് ലോട്ട് ഓഫ് മെമ്പേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ 2 പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ഒരു ദിവസത്തിൽ 2 ക്ലോസിങ്ങും 2 പേ ഔട്ടും, ഒരു മാസത്തിൽ 60 കമ്മീഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരൊറ്റ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒരു കമ്പനിയും വേറെ. 1000കണക്കിന് കമ്പനികളുടെ പ്ലാൻ നമ്മുടെ മാർക്കറ്റിനകത്തുണ്ട്. മാസത്തിൽ 60 പേ ഔട്ട് കൊടുക്കുന്ന ഒരൊറ്റ കമ്പനിയുള്ളൂ, ഈ ബയോട്ടോറിയം മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു സവിശേഷത നമുക്കുണ്ട്. ഒരുപാട് വരുമാനം നമുക്ക് ആയി കഴിഞ്ഞു. ഇന്നലെ വരെ നമുക്ക് ഇത്രയും വരുമാനമായിരുന്നെങ്കിൽ ഇന്ന് മുതൽ നമുക്ക്
3 അഡീഷണൽ ഇൻകം കൂടി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രബലമായിട്ടുള്ള ഇൻകത്തിൽ 2-3 ഇൻകം മാത്രം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ബാക്കി നിങ്ങളുടെ ലീഡേഴ്സുമായി നിങ്ങൾക്ക് സംസാരിക്കാം. അവയർനെസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ആളുകൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ PV എത്രയാണോ ആ PVയുടെ മാച്ചിങ് ആണ് നമുക്ക് കമ്മീഷനായിട്ട് തരുന്നത്. ഉദാഹരണത്തിന് നമുക്ക് 25 PV മാച്ച് ചെയ്താൽ 250 രൂപ കിട്ടും, 50 PV മാച്ച് ചെയ്താൽ 500 രൂപ കിട്ടും, 100 PV മാച്ച് ചെയ്താൽ 1000 രൂപ കിട്ടും. നമ്മളും നമ്മുടെ ടീംമേറ്റ്സും ഒക്കെപ്പാടെ കൂടി കുറെ ബിസിനസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PVയുടെ അളവ് കൂടും. ഒരു ക്ലോസിംഗിൽ നമുക്ക് 1000 PV വരെ മാച്ച് ചെയ്ത് നമ്മുടെ കമ്പനി തരും. ഒരു ക്ലോസിംഗിൽ 10,000 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസത്തെ 2 ക്ലോസിംഗ് ആയതുകൊണ്ട് 10,000 × 2 = 20,000 രൂപ ഈ കമ്മീഷൻ മാത്രം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. ഇന്നത്തെ ക്ലോസിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ 11:50 ആയ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് 6000 PV ആണ് കയറി കിടക്കുന്നത്. എത്ര? 6000 PV. 1000 PVക്ക് കമ്മീഷൻ തരുള്ളൂ. സാഗർ ചോദിച്ചു സാർ. അപ്പൊ അത് മതി, 1000 PV മതി. ഒരു ദിവസം 10,000 രൂപ ആണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി കേട്ടോ. ഒരു ദിവസം 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അഗ്രസീവായ ആളുകളുണ്ട്, അവർക്ക് 20,000 വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ചില ആളുകൾ 1000 രൂപ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വാശിക്കാരാണ്, എനിക്ക് പൈസയെ വേണ്ട പറയും. ഓക്കെ, അവര് പൈസ വാങ്ങണ്ട. ക്ലിയർ? അപ്പൊ നമ്മള് ഇത് നമുക്ക് കിട്ടും. ഫാമിലി ബോണസ് എന്നൊരു ബോണസ് ഉണ്ട്. ആ ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലോസിംഗ് ടൈമിൽ നമുക്ക് നമ്മുടെ 2 ഓർഗനൈസേഷനിൽ ബിസിനസ് വരികയാണെങ്കിൽ, ഇങ്ങനെ വരണമെന്ന് ഒരു നിർബന്ധമില്ല, വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ബോണസും കിട്ടും. അതിന് പുറമെ 5000 രൂപയും കിട്ടും. ഇതാണ് ഫാമിലി ബോണസ് എന്ന് പറയുന്ന ബോണസ്. ഇന്ത്യയിലെ ഫാമിലി ബോണസ് ഒരു ക്ലോസിംഗിൽ ഒരേ ബിസിനസ്സിന്, ഒരു ജോഡി ബിസിനസ്സിന് 6000 രൂപ കൊടുക്കുന്ന ഒരു ഒറ്റ കമ്പനിയുള്ളൂ ഈ ബയോട്ടോറിയം. ഒരു ദിവസം ഒരു പേർ ബിസിനസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 6000 രൂപ അക്കൗണ്ടിൽ വന്നു. കറക്റ്റായിട്ട് അക്കൗണ്ടിൽ വരും. രാവിലെ മോർണിംഗ് 4 AM നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആകും. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസം നമ്മുടെ കമ്പനി പേ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4 കോടിക്ക് മുകളിലാണ് പേ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം. നമ്മുടെ ജീവിതത്തിൽ 1 കോടി കിട്ടിയാൽ മതി. ചില ആളുകൾ ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ കപ്പൽ ഓടിക്കും. 1 കോടി കിട്ടിയത് അല്ലേ? കാരണം ലൈഫിൽ പല ആളുകൾക്കും 1 കോടി കിട്ടുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണിത്. പക്ഷെ ഈ ബിസിനസ് ഞാനും JP സാറോടൊക്കെയുള്ള ഞങ്ങളുടെ ആ ഒരു കൊച്ചു ടീം ചെയ്തപ്പോ 2 വർഷം കൊണ്ട് 1,05,00,000 കവർ ചെയ്തു. കുറച്ചാളുകൾ കൈയടിച്ചു, കുറച്ചാളുകൾ മഹാഭാവി 1 കോടി വാങ്ങി നിന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും വാങ്ങിക്കാം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇന്നലെ വന്ന ആൾക്കും ഇന്ന് വന്ന ആൾക്കും നാളെ വരാൻ പോകുന്ന ആൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. പെർഫോമൻസ് ബോണസിൽ 3000 രൂപ വരെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ബോണസുകളുടെ ഒരു വലിയ വിളയാട്ടം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കാൻ പറ്റും. അത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഇതിന്റെ ഭാഗമാവുക, ഏത് ആളുകളോട് പറയുക, ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഇവരൊക്കെ നമ്മുടെ കേരള ക്രോർപതീസാണ്. ഈ ബിസിനസ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത് സജീവമായിട്ട് ചെയ്ത ആളുകളാണ്, ജനകീയമാക്കിയ ആളുകളാണ്. ഇതൊക്കെ നമ്മുടെ സേവ്യർ സാർ 2.25 കോടിയായി കഴിഞ്ഞു. 2,75,00,000 ആയി കഴിഞ്ഞു. 3 കോടിയിലേക്ക് ടച്ച് ആകുന്നു. മനോജ് സാർ എത്തിയോ? എവിടെയാണ് സാറേ? ഒന്ന് എണീറ്റുക. നമുക്ക് നല്ലൊരു അദ്ദേഹത്തിന് മഹത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മഹത്വമുണ്ട്. ഇതാ ഈ ബിസിനസ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ബിസിനസ് കേരളത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. 1.5 ലക്ഷം ആളുകൾക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നതിൽ നെടുനായകത്വം വഹിച്ച വ്യക്തിയാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചോ? അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 2 കോടിക്ക് മുകളിൽ ഇന്ന് കമ്മീഷൻ വന്നു കഴിഞ്ഞു. ബ്ലെസ്സിംഗ് മണി, അനുഗ്രഹത്തിന്റെ പൈസ വന്നു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ മുഹമ്മദ് റാഫി സാർ 2 കോടിക്ക് മുകളിൽ 2,10,00,000 ആ റേഞ്ചിലേക്ക് എത്തി കഴിഞ്ഞു. ഡോക്ടർ സുധീർ സാർ നമുക്കൊക്കെ സുപരിചിതനാണ്. എല്ലാ ദിവസങ്ങളിലും സൂമിലൂടെ മലയാളക്കരയാകെ എന്താണ് ബയോട്ടോറിയം എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ സുധീർ സാർ. അദ്ദേഹം 2 കോടിക്ക് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഈ എളിയ ഞാനും 2023 ഡിസംബർ മാസത്തിൽ നമ്മുടെ കമ്പനിക്ക് മഹാരാഷ്ട്രയുടെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ഗവർണർ ശ്രീ രമേശ് ബൈസ് ഒരു അവാർഡ് കൊടുത്തു. ആ അവാർഡിന്റെ പേര് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡാണ്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ, വിശ്വസിക്കാൻ യോഗ്യമായ ബ്രാൻഡാണ് ഈ ബയോട്ടോറിയം എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും
എന്തോ കാരണങ്ങൾ കൊണ്ട് വന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല തീരുമാനം എടുക്കുക. ദ മൊമെന്റ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത്. 2 വർഷം മുമ്പ് ഞാൻ എടുത്ത തീരുമാനമാണ് ഇന്ന് ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആയി മാറിയത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നാളെകളിൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും സമൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഭാരത്, ജയ് ഹിന്ദ്. താങ്ക് യു.